നിന്നെ മനസ്സിലായി. ഇവരെന്തൊരു ഇങ്ങനെയൊക്കെ ഒരുമാതിരി മറ്റേ എസ്തറ്റിക് പ്ലേറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് വലിയ പോയി. നീ ഇതിരി പപ്പടത്തിന് അടിക്കുന്ന റിയൽ ലൈഫ് പപ്പടത്തിന് അടിക്കുന്ന ഇൻസർട്ട് ചെയ്തിട്ട് ഇതൊക്കെ ആയിട്ട് വരാം. എന്റെ ബർത്ത്ഡേക്ക് ഒന്നും പപ്പടത്തിനെ പോലെ ഇല്ലടാ അവൻ. എന്റെ അതാ എങ്ങനെയായിരുന്നു മറന്നുപോയില്ല. അതാണ് ഒന്നും ഓർമ്മയില്ല. എങ്ങനെയായിരുന്നു അത് ബൊക്ക സ്വീകരിക്കുന്നത്? F4 എത്രയായിരുന്നു? F5. 1.6 ഞാൻ ബൊക്ക സ്വീകരിച്ചതായിട്ട് കൂട്ടുക. ഇനി അത് എല്ലാം തപ്പെടുക്കും, സമയം എടുക്കും. അതുകൊണ്ട് ബുക്ക ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തിനാണ് റേഡിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ അല്ലടാ എന്റെ ഇത് വേറെ എന്റെ പണ്ടേ ഉള്ള ഡ്രസ്സാണിത്. വാവ്, റേഡിയോ ഈസ് ഒരു മാറ്റം ഇല്ലല്ലേ. 1 2 3 4 5 6 ഇതാണ് ഇവിടത്തെ അവസ്ഥയാണ് ഇപ്പോഴത്തത്. മാറുമെന്ന് ഞാൻ കരുതി അല്ലേ. മാറ്റിയെടുക്കണം. ഇത് മാറ്റിയെടുത്തില്ലെങ്കിൽ ടിവിയുടെ വെളിയിൽ പോയിരുന്ന് വേറെ ഗ്യാങ്ങിന് വേണ്ടി കളിക്കാം. അത്രേ ഉള്ളൂ. ഇവൻ പോലും റേഡിയോ കറക്റ്റ് ഇല്ലല്ലേ. അല്ല ഇവൻ പോലും ഇല്ല റേഡിയോ. അവിടെ നിന്ന് ഉറങ്ങുന്നവൻ വരും ഇല്ല. നീ ഒന്ന് സമയം കൂടെ വന്നതല്ലേ ഉള്ളു. അതാ വന്നണ്ട ഒരാള് വന്നു ഇതേപോലെ വരും. ഓ വരുന്നു. അറിഞ്ഞില്ലേ? നിനക്ക് കൊച്ചി കളിച്ച എടാ നിനക്ക് എന്താ വയ്യേ? അത് പുതിയ പാട്ടും കൊണ്ടുവന്ന് നിന്റെ അത് ബുദ്ധി ഇല്ലാത്തവന്. എന്റെ ചാലായി എടാ തന്നില്ലാത്തവനെ. ഇത്തിരി മാറ്റി തരുമെന്ന് ചോദിച്ചു. മോരടാ ഇപ്പൊ ഇച്ചിരി മാറ്റി തരുവാന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഞാൻ ഉള്ള പരിചയം കൂടി ഇല്ലാതാക്കരുത് നീ. പിന്നെ എല്ലായിട്ടും നല്ലടാ. എന്റെ എല്ലാം നല്ലടാ. ഇല്ല പോവുകയാണെങ്കിൽ നിന്നെ വീട്ടിൽ വന്ന് അടിക്കും. സത്യമായിട്ട് അടിക്കും. നിന്റെ ഇത് തലച്ചോറിന്റെ ബുദ്ധി ഇല്ലാതെ അങ്ങനെ വന്നോളൂ. റേഡിയോയിലേ കയറാൻ പറ്റൂലേ? റേഡിയോ കയറാൻ പറ്റൂലേ? കേറ്. വേറത്തെ വന്നിട്ട് ഇപ്പൊ കേറാതെ പോയല്ലേ തൊഴി? അതാരായിരുന്നു? ബാലൻ ഫ്രാഡ്. വലിയ പാടാണ്. ഡേയ് എടാ ബോബോയ്, എത്ര ആളായത് സിറ്റി കയറിയിട്ട്? ഒരു മാസം. നീയേ നിന്റെ ലാസ്റ്റത്തെ വെടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സിയോണില്ലാത്ത ഞാൻ ഗൺ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് 4 മറ്റേ ഇറങ്ങിയായിരുന്നു. എന്നിട്ട് എന്തിനുണ്ടായി? സ്വന്തം ടീമിന് അടിച്ചവരല്ലേ? അല്ലല്ല സ്വന്തം ടീമിന് അടിച്ചാരായിരുന്നു? സ്വന്തം ടീമിന് അടിക്കുന്ന മരണടി മനസ്സിലാ. ഫ്രണ്ടിലോടി സ്വന്തം ടീമിന് അടിയോടടി. ഫോൺ വേടാ. ഓഹോ മാന്യൻ നിന്റെ കഥ പറഞ്ഞു. എന്റെ കൂടെ ഉള്ള എല്ലാ പട്ടികളും എനിക്ക് ചുറ്റുമുള്ളപ്പോ ഞാന് റിപ്പയർ കിറ്റ് എടുത്ത് രാജ്യം റിപ്പയർ കിറ്റ് വാങ്ങി വണ്ടിയുടെ അടിയിൽ കിടന്ന് റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവന്മാര് സേഫ് ചെയ്താ? അവന്മാര് വന്ന് കൊന്നിട്ട് പോയി. ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നു മനസ്സിലായി. എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഞാന് അവിടെ നിൽക്കുവായിരുന്നു. എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അളിയാ നിൽക്കുക. അപ്പൊ നോക്കിയപ്പോ ഇവന്റെ കൂടെ നീക ചെയ്തിരിക്കണം. മനസ്സിലാ? നീക ഇതാ വാടി പോലെ നിന്നിട്ട് ഇന്നലെ അളിയൻ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ റീലോഡ് മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ റീഫ്രഷ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമ്മളൊക്കെ ഏതെങ്കിലും ബട്ടർ എം അങ്ങനെയൊക്കെ അല്ലേ ഇടണേ. അളിയൻ കൊണ്ടുപോയി 6 കൊണ്ടിട്ട് വന്നപ്പോ
അവന്മാര് ഗണ്ണിൽ റീലോഡ് ചെയ്യാൻ പറ്റാതെ അളിയ അവിടെ നിന്ന് കൊടുത്തു. മനസ്സിലായോ? എന്തൊരു പയ്യനടാ. എന്നെ അടിച്ച് പറ്റിച്ചളഞ്ഞെന്നെ. ഓ കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. അത് രണ്ടു വെടിയെങ്കിലും വെച്ചേനെ. അല്ല ചന്ദ്ര, അത് കുഴപ്പമില്ല ചന്ദ്ര. ഇന്ന് ലാസ്റ്റ് വാറേണ്ടത് കുഴപ്പമില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് കൊറേ ആളായിട്ടില്ലേ കളിച്ചിട്ടെന്നൊക്കെ കൊറേ ആളായില്ലേ. അത് കുഴപ്പമില്ലടാ, അത് സീനൊന്നുമില്ല. നിങ്ങൾ ട്രൈ നല്ലോണം. കുറവുണ്ടായിരുന്നല്ലേ ബാബു, നമ്മുടെ ഒരു കുറവുണ്ടായിരുന്നു. എടാ ഞാൻ ഇപ്പൊ റെഡി ആവും. നിങ്ങൾ വന്നിട്ട് എന്താണ് ഇതിനകത്തൊരു അഡ്വാൻറ്റേജ്, നമ്മൾ ടി വിക്ക് നല്ലതെന്ന് പറയാനായിട്ട് നിങ്ങൾ വന്നിട്ട് എന്താണുള്ളത്? ഒരു ടി വി കുറച്ചുകൂടി മുകളിലോട്ട് ലെവലിലോട്ട് ആയി എന്ന് പറയാനായിട്ട് എന്തുണ്ട്? ഇനി അങ്ങോട്ട് ഫുൾ മോളിലോട്ടാണ് ടി വി. അതെ, ഏറെ കയറുന്നല്ലേ ചോദിച്ചത്, അല്ലാതെ എല്ലാ ദിവസം കണ്ണാ പേരും നാലഞ്ചെണ്ണത്തിന് ബാഗ് വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വരും. എന്നിട്ട് 10-20 ദിവസമൊക്കെ ഇവൻ വാങ്ങിക്കും. അവന് 4-5 ദിവസവും ഈ തെണ്ടി കൊടുത്തണ്ടാ ബാൻ മേടിച്ചു കൊടുത്തത്. എന്നിട്ട് നീ സിറ്റി കയറാൻ പറഞ്ഞ എനിക്കൊരു 20 ദിവസം വരാൻ പറ്റില്ല. എന്തൊരു പറയാൻ. ഇല്ല സഹായം ഇപ്പൊ ഒരു സഹായമില്ല. നമ്മളെ പരിപാടികൾ മാത്രം, മനസ്സിലായ? ഇവിടെ വേറെ ആരെ സഹായിക്കുന്ന ഒരു പരിപാടി നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റൂല സ്പീഡ്. സത്യം. അത് ശരി. അതല്ല എടാ, നിന്റെ അടുത്ത് നീ സംസാരിക്കലേട്ടാ. നീ മറ്റേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിപ്പോവും. ഇവണ്ടല്ലോ എല്ലാ വള്ളിയിലും ഇവൻ മറ്റേ അടിക്കാന്നൊക്കെ പറഞ്ഞ മറ്റേ എൻകറേജ് ചെയ്ത് വിട്ടുന്ന ആളാണ്. ചെറിയൊരു ബൂസ്റ്റ് കൊടുക്കണ്ട. അണ്ണ അറിഞ്ഞ അണ്ണ പറ എത്തഞ്ചിലെ 4 പേരെ കണ്ണാക്കി അടിച്ചിട്ടൊക്കെ മകിനും മെസ്സായാണ്. കണ്ട് തിരിഞ്ഞിരുന്നവരടിച്ചിട്ട് മറ്റേ 10 രൂപയുടെ വെടിയും 100 രൂപയുടെ വർക്കും ചെയ്ത് ഞാൻ കണ്ട് ചുമ്മാ 50 രൂപയൊക്കെ ഒന്ന് ഓവർ കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വാറേ ആദ്യം ചാവും. ഇറങ്ങിയത് അവിടെ അറിയ ഓടിക്കോ. ടേക്ക് ഔട്ട്ഫിറ്റ് മെനു ഓൺലി നീ എണീര് അവൻ കൊണ്ടുപോകുന്നു. സുരിജത്ത ഓ ഇതാര് സൈക്കിളിലൊക്കെ ഇതോക്ക് ഇതാരെ നോക്ക്. സുരിമോച്ചത്ത് എന്തിനു പറ്റിയത്? ഒരുതിനെ കൊന്ന് അമ്മാരെ ഒന്ന് നിർത്തമ്മാരെ ആ സീനായിരുന്നു. അല്ലേ എടേ അമ്മാരതൊന്ന് സ്റ്റോപ്പാക്കമ്മാൻ ആ സീനായിരുന്നു.